ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം മുതലക്കോടത്ത് റോഡരികിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശിയായ ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ കടുത്ത അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ PWD ഓഫീസ് ഉപരോധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മാസങ്ങൾക്ക് മുമ്പ് കലുങ്ക് നിർമ്മാണത്തിനായി തൊടുപുഴ മുതലക്കോടത്ത് റോഡരികിൽ വലിയ കുഴി എടുത്തിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കുകയോ കുഴി കൃത്യമായി മൂടുകയോ ചെയ്തിരുന്നില്ല. ഈ കുഴിയാണ് ഒരു യുവാവിന്റെ ജീവൻ കവർന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ മുതലക്കോടം ഭാഗത്തു നിന്നും തൊടുപുഴയിലേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രികനായ മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടനെ ജെയ്സിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രി 10:30 മണിക്ക് തൊടുപുഴയിൽ മുതലക്കോടത്തിന് പോയ ബൈക്കാണ് ഈ ആക്സിഡന്റിൽ പെട്ടത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ 3-4 പേര് കൂടിയാണ് എടുത്ത് മുതലക്കോട് ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേക്കും ആളുടെ ജീവൻ പോയായിരുന്നു. ഇപ്പോൾ ഒരു 4-5 അപകടം ഈ കുഴി നടക്കുന്നത്. ഇത് 10-15 വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുവാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ കൗൺസിലർ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പരാതി PWDയിലെല്ലാം പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ അത് ശരിയാക്കി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു. ഇവിടെ ഇപ്പൊ AXC ലീവിലാണ്. കരിമണ്ണൂർ AEക്കാണ് താൽക്കാലിക ചാർജ്. അദ്ദേഹം ഈ റൂമിലുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അദ്ദേഹം വിളിക്കുകയുണ്ടായി. ആലുവയിലാണ്. അദ്ദേഹം ഇവിടെ വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. വരാമെന്ന് ഏറ്റിരിക്കുകയാണ്. കുഴി മൂടണമെന്ന പലതവണ നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇതിനു നേരെ മുഖം തിരിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. സിറ്റി വിഷൻ, തൊടുപുഴ.